അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, ഇനി വെറുതെ ഒന്നും സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനാവില്ല. ഇനി മഞ്ഞക്കുട്ടിയുമായി ആര് വന്നാലും പേടിക്കേണ്ട. ഉടമയുടെ അവകാശങ്ങൾ ലംഘിച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ ബുദ്ധിമുട്ടാകും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രീം കോടതിയുടെ 7 പുതിയ നിർദ്ദേശങ്ങൾ. നടപടിക്രമങ്ങളിൽ 1, ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് മുൻപ് ഉടമയ്ക്ക് നോട്ടീസ് നൽകണം. ഇനി ഉടമയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. 2, എത്ര സ്ഥലം ഏറ്റെടുക്കുന്നുവെന്നും എത്ര തുക നഷ്ടപരിഹാരമായി ലഭിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഇതറിയാനുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി നിബന്ധന ഇറക്കിയിരിക്കുന്നത്. 3, ഭൂമി ഏറ്റെടുക്കാനുള്ള അതോറിറ്റിയെ എതിർപ്പ് അറിയിക്കാനുള്ള അവകാശം ഉടമയ്ക്കുള്ളതിനാൽ എതിർപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അതോറിറ്റി കൃത്യമായി നടത്തി അതിന് ന്യായമായ പ്രഖ്യാപനമാണ് നടത്തേണ്ടത്. 4, സ്ഥലം ഏറ്റെടുപ്പ് പൊതു ആവശ്യത്തിനായിരിക്കണം എന്നാണ് മറ്റൊരു നിബന്ധന. പൊതു ആവശ്യത്തിനല്ല എന്ന് കണ്ടെത്തിയാൽ നടപടി റദ്ദാക്കാൻ കോടതിക്ക് കഴിയും. 5, വൻകിട കമ്പനികളുടെ ഫാക്ടറികൾ നിർമ്മിക്കാനായി സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൈമാറുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനി ഈ നിബന്ധന വന്നതോടുകൂടി അതിനൊക്കെ തടസ്സമുണ്ടായേക്കാം. 6, ഭൂവുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം ഭൂവുടമ ആവശ്യപ്പെട്ടാൽ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കേണ്ടതാണ്. 7ാമത്തെയും അവസാനത്തേതുമായ നിബന്ധന, ഭൂമി ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തിന് ശേഷം പലയിടത്തും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കാലതാമസം എടുക്കാറുണ്ട്. ഇതാണ് ഒരു ഭൂവുടമയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. ഇതിന് പരിഹാരമായി സ്ഥലം കണ്ടെത്തലും പരിശോധനയുമെല്ലാം സമയപരിധിയിൽ തീർക്കണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ